1921 ഒക്ടോബർ 7 വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ പേരിലുള്ള ഒരു കത്ത് ദ ഹിന്ദു ദിനപത്രത്തിന് ലഭിച്ചിരുന്നു. ആ കത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ഇന്ന് ദ ഹിന്ദു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ഹിന്ദുവിനെയും കൊന്നിട്ടില്ല, ഞങ്ങൾ ഒരു നിരപരാധിയെയും വേട്ടയാടിയിട്ടില്ല. പുറം ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാരുടെ കൂടെയുള്ള ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളിലേക്ക് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ വീണു പോകരുത് എന്നുള്ള ഒരു സൂചനയായിട്ടാണ് ആ കത്ത് ദ ഹിന്ദുവിനെത്തുന്നത്. ആ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന ജന്മികളെയും ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഒറ്റിക്കൊടുത്ത മുസ്ലിങ്ങളെയും ഞങ്ങൾ വകവരുത്തിയിട്ടുണ്ട്. കാരണം അത് നാടിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നിനെയും മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നു എന്ന് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതല്ല സത്യം. ബ്രിട്ടീഷുകാർ തന്നെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഒരു വിവേചനം കൊണ്ടുവരാനും സമരക്കാരെ അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ വർഗീയവാദികളാണ്, അവർ ദേശദ്രോഹികളാണ്, അവർ പലരെയും ഉപദ്രവിക്കുന്നു, അവർ കൊള്ളക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ബ്രിട്ടീഷുകാർ പല രീതിയിലും ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ജോലി ചെയ്യുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ആളുകളാണ് ഞങ്ങൾ, നിങ്ങൾ മതം മാറണമെന്ന് പറഞ്ഞ് പലയിടങ്ങളിലേക്കും അവർ തന്നെ അയക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. പൊതുവെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങൾ മാറ്റിക്കൊടുക്കണമെന്നാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന്റെ ആ കത്തിന്റെ ചുരുക്കം. നിങ്ങൾ ഇന്നൊന്ന് നോക്കുക, ഈ രാജ്യത്ത് ഗർ വാപ്പസി നടത്തിയിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ തല്ലിക്കൊന്നതിന് ശേഷം സംഘപരിവാർ പറയുന്നു അത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന്. മറിച്ച് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് പറയുന്നു, അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ, ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഹിന്ദുക്കൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് ഒരു മാധ്യമത്തിന് തന്നെ അന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് ഒരു പക്കാ മതേതരത്വവാദിയാണ്, ഒരു പക്കാ ദേശസ്നേഹിയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത വീരനായകനാണ് എന്നുള്ളത് ഈ കത്തിൽ നിന്ന് തന്നെ തെളിയിക്കപ്പെടുകയാണ്. ഇന്ന് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, ഇത്ര മുസ്ലിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് ആഡംബരത്തോടെ അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്ന സംഘിക്കോമരങ്ങൾ ഈ മാതൃക പിൻപറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ തന്തക്ക് പിറക്കണമെന്ന് ഇവിടെ എഴുതി വെച്ചുകൊണ്ട് പറയുകയാണ്. അതെ, ആ കത്ത് സംഘികളെ ഭയപ്പെടുത്തിയിരിക്കുന്നു. 1921 ഒക്ടോബർ 7 എല്ലാ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളെയും പൊളിച്ചടക്കിക്കൊണ്ടുള്ള ആ കത്ത് ഇന്ന് ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചതോടുകൂടി ആകെ പെട്ടുപോയത് സംഘികളാണ്, സംഘി മാധ്യമങ്ങളാണ്. 103 104 വയസ്സുള്ള അമ്മുമ്മമാരെയും അപ്പൂപ്പന്മാരെയും കൊണ്ടുവന്ന് വാർത്തകളിലൂടെ മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ കലാപം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ കലാപത്തിൽ ഹിന്ദു നാമധാരികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം നാമധാരികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നത് കൊണ്ടാണ്. അവിടെ ഹിന്ദുവും കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുസ്ലിമും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ അതൊരിക്കലും ഹിന്ദു വിരുദ്ധ കലാപമല്ല സംഘികളെ എന്നുള്ളത് നിങ്ങൾക്കറിയാം. മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണമാണ്. ഇതിന് ചരിത്രമെന്നല്ല കാലം പോലും മാപ്പ് തരില്ല. കാരണം അവഹേളിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അവസാന ശ്വാസം വരെ, അതായത് നെഞ്ചിന്റെ അകത്തേക്ക് വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്ന സമയം വരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ ദേശത്തിന് വേണ്ടിയിട്ട്, വെള്ളക്കാരനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പോരാടിയ വീരമൃത്യു വരിച്ച ഒരു വീരനായകനെയാണ് നിങ്ങൾ ഹിന്ദു വിരുദ്ധനാക്കാനും ദേശദ്രോഹിയാക്കാനും നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുള്ളത്. എന്തായാലും ഈ കത്ത് പുറത്തു വന്നതോടുകൂടി ആ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.